കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ പല സ്റ്റേജുകളിലും ഉണ്ടാകും. അങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണം ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി എന്ന് കൺഫേം ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ലക്ഷണം വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ, അതായത് നമ്മൾ പറയുന്ന സോകോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണമായിട്ടുള്ള തലകറക്കം, ഛർദി അങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും ഒക്കെയാണ് പലർക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും, അതായത് പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പീരീഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് വ്യത്യാസങ്ങൾ കൊണ്ടും PCOD ഉള്ളവർക്കും അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളിൽ PMS ഉള്ളവർക്കും, അതായത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവർക്കുമൊക്കെ നമുക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ, പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങളായിരിക്കും അവർക്ക് ആ ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റംസും അതുപോലെ തന്നെ PCOD ഉള്ളവർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മളുടെ ശരീരത്തിനെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന മൂക്കിന് സംഭവിക്കുന്ന കൺജഷൻസിനെയൊക്കെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് ജലദോഷത്തിൽ അനുഭവപ്പെടുന്നത് പോലെയുള്ള വ്യത്യാസങ്ങൾ തന്നെ നമ്മുടെ മൂക്കിലും അനുഭവപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ജലദോഷം ഉണ്ടാകുമ്പോഴേക്കും അതിനനുബന്ധമായിട്ട് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും. മൂക്കടപ്പ് ഉണ്ടാകും, മൂക്കിങ്ങനെ ഒലിക്കുന്നത് പോലെ ഉണ്ടാകും, അതുപോലെ കണ്ണ് ചൊറിച്ചിലുണ്ടാകും, അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, തുമ്മൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇതേ സെയിം നമുക്ക് സിംറ്റംസ് തന്നെയായിരിക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഈ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഇവയ്ക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂക്കടപ്പോ അല്ലെങ്കിൽ മൂക്കൊലിപ്പോ ഉണ്ടാകും, തുമ്മലുണ്ടാകും, കണ്ണ് നല്ലപോലെ ചൊറിച്ചിലുണ്ടാകും, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അനുഭവപ്പെടും. ഈ മൂക്കടപ്പൊക്കെ തുടർച്ചയായിട്ട് വരുമ്പോഴേക്കും ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യും. ആസ്മ ഓൾറെഡി ഉള്ള ഒരാൾക്ക്, ബ്രീത്തിങ്ങിൽ ട്രബിൾസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഈ ഒരു ലക്ഷണം ആ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് കോൾഡിന് എന്തൊക്കെ സിംറ്റംസ് ആണോ ഉള്ളത് അതൊക്കെ ആയിരിക്കും ഈ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ മൂക്കിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് നമ്മുടെ കഫത്തിന്റെ ചർമ്മത്തിന് സംഭവിക്കുന്ന വീക്കമാണ് ഇതിനുണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേ ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലോട്ട് നേരത്തെ എത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ ആണോ ഉണ്ടായത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. കാരണം ആ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് നമ്മളുടെ ശരീരം പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടും ആ ഫീച്ചേഴ്സിന് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഈ സർക്കുലേഷൻ ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ യൂട്രസിലോട്ട് മാത്രമല്ല, നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളിലോട്ടും, നമ്മുടെ കാലിലെ ആ വിരലുകളിലേക്ക് വരെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇൻക്രീസ് ആകും. ഇങ്ങനെ ഇൻക്രീസ് ആകുമ്പോഴേക്കും ഈ ബ്ലഡ് ഫ്ലോ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൂക്കിലുള്ള നേസൽ വെയിൻസ് ഒന്ന് എൻലാർജ് ആകുന്നു. കാരണം നോർമലി നമുക്ക് പോയിക്കൊണ്ടിരുന്ന ബ്ലഡ് സർക്കുലേഷൻ അപേക്ഷിച്ച് ഒരു 40 to 50% വരെ ബ്ലഡ് സർക്കുലേഷൻ കൂടണമെങ്കിൽ അവിടെയുള്ള വെയിൻസ് ഒക്കെ ഒന്ന് വികസിക്കണം. ഈ ഒരു വികാസം നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ആ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഈ വെയിൻസ് എൻലാർജ് ആകുന്നതും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു മൂക്കിന്റെ ആ ഒരു ഭാഗം നമുക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിക്കൽട്ടീസും അതുപോലെ ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് പ്രഗ്നൻസിയുടെ 6 ആഴ്ചകൾക്ക് ഉള്ളിലായിരിക്കും. 6 ആഴ്ചകൾക്കുള്ളിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഫസ്റ്റ് മന്ത് നമ്മുടെ പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 1-2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു ലക്ഷണം ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് പേര് ചെയ്തു വെക്കുന്ന മിസ്റ്റേക്സ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമുക്കൊരു മഴക്കാലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ക്ലൈമറ്റിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അലർജീസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ നോർമലാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇത് പ്രഗ്നൻസിയുടേതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി സ്വാഭാവികമായിട്ട് വന്നതാണോ എന്നറിയാതെ പലരും ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ലൈക്ക് ഡോളോ പോലുള്ള മെഡിസിൻ ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുക, അതുപോലെ സിട്രസിൻ പോലുള്ള മെഡിസിൻസ്, നമുക്ക് ജലദോഷവും അങ്ങനെയുള്ള അലർജി ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും എടുക്കുന്ന മെഡിസിൻ ആണ് സിട്രസിൻ എന്ന് പറയുന്ന മെഡിസിൻ. ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ നമ്മൾ പ്രോപ്പർ അല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ തലവേദനയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും
ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒന്നുകൊണ്ടും നല്ലതല്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സലൈൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നേസൽ ഡ്രോപ്സ് നമുക്ക് ഷോപ്സിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ആ നേസൽ ഡ്രോപ്സ് നമുക്ക് മൂക്കടയുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നാലല്ലേ നമുക്ക് ഒരു ബ്രീത്തിങ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നിങ്ങൾ നല്ലതുപോലെ ആവി പിടിക്കുക. ആവി പിടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇച്ചിരി പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസിയിലയും ഉള്ളിയും ഒക്കെ ചതച്ചിട്ട് നമ്മൾ ആവി പിടിക്കുന്നത് നല്ലതാണ്. നല്ലപോലെ മൂക്കിലോട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറ്റുന്നത് നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിന് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നതിന്റെ ആദ്യത്തെ 2 ദിവസമൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീവർ ഉണ്ടെങ്കിൽ ഒപ്പം നിങ്ങൾക്ക് ഡോളോ എടുക്കാവുന്നതാണ് കേട്ടോ. മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോളോ എടുക്കാം. പക്ഷെ ഒരു ദിവസം 3 എണ്ണം എന്നുള്ള കണക്കിൽ മാത്രം എടുക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഡോളോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെ ഹോം റെമഡീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആശ്വാസം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ 2 ദിവസം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 3-ാമത്തെ ദിവസം നിങ്ങൾ പോയി ഫിസിഷ്യനെ കാണുക. അദ്ദേഹത്തിനോട് നിങ്ങൾ പറയുക, പ്രഗ്നൻസി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, എന്റെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ ആയിരിക്കും ഒരു ഡോക്ടർ എഴുതി തരുന്നത് കേട്ടോ. അങ്ങനെയുള്ള മെഡിസിൻസ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലാതെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഞാൻ പ്രഗ്നൻസി നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഡോസേജ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു സംശയമാണ്, നമുക്ക് ജലദോഷവും അല്ലെങ്കിൽ ചുമ, തുമ്മൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും ഇത് കുഞ്ഞിലോട്ട് പാസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് കുഞ്ഞിലോട്ട് പാസ് ചെയ്യുന്ന തരത്തിലുള്ളതൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഏതൊരു ടൈപ്പ് മെഡിസിൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ആ മെഡിസിൻ നിങ്ങൾ എടുക്കേണ്ടത് ഒരു ഡോക്ടറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം. അല്ലാതെ നമ്മൾ വീട്ടിലെ ആളുകൾ പറയുന്നതനുസരിച്ചിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മെഡിസിൻസോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് പ്രഗ്നൻസി ടൈമിൽ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോസേജ് ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരേണ്ടത് ഒരു ഡോക്ടറാണ്. അതിനനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ റെക്കമെൻഡേഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒപ്പീനിയൻ എടുത്തിട്ടോ മാത്രം വേണം നിങ്ങൾ മെഡിസിൻസ് എടുക്കാൻ വേണ്ടിയിട്ടോ. ഈ കാര്യം മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.